ഇന്നത്തെ സ്കിൻ കെയർ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഫേസ് സ്ക്രബുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എപ്പോഴും നമുക്ക് ഈ പാർലറിൽ പോയിട്ട് ഫേസ് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യാനോ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ വീടുകളിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഫേസ് സ്ക്രബ് ചെയ്യാം എന്നുള്ളതാണ്. സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ നമ്മുടെ ക്ലെൻസിങ്ങും മോയ്സ്ചറൈസിങ്ങും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ക്രബ് ചെയ്യൽ. സ്ക്രബ് ചെയ്യുന്നത് വഴി നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ സ്കിന്നിൽ ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഡെഡ് സെൽസ് ഇതൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നമുക്ക്. നമ്മുടെ വീടുകളിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് ചെറുനാരങ്ങയും പഞ്ചസാരയും. ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയിൽ ചെറുനാരങ്ങ നീര് മിക്സ് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിലോ വെളിച്ചെണ്ണയോ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ ഒരു പാക്ക് നമ്മുടെ കാൽമുട്ടിലും കൈമുട്ടിലും ഫേസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ചെറുനാരങ്ങ നീരുള്ളത് കൊണ്ട് സെൻസിറ്റീവ് സ്കിന്നുകാർ അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് എങ്ങനെയാണ് സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തത് കോഫി സ്ക്രബ്. 3 ടീസ്പൂൺ കോഫി പൗഡറിൽ 1 ടീസ്പൂൺ ഷുഗർ, പിന്നെ കുറച്ച് നാരങ്ങ നീര്, പിന്നെ വേണമെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിന്നെ ഡെഡ് സെൽസ് ഇതൊക്കെ റിമൂവ് ആവും. പിന്നെ കോഫി പൗഡറിൻ്റെ ഒരു എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സ്കിന്നിനൊരു ബ്രൈറ്റനിങ് കൂടെ തരുന്നതാണ്. കോഫി പൗഡർ യൂസ് ചെയ്യുമ്പം ഇൻസ്റ്റൻറ്റ് കോഫി ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. കാരണം അത് ആ ഒരു മിക്സറിൽ നന്നായിട്ട് അലിയുന്നതുകൊണ്ട് ഇൻസ്റ്റൻറ്റ് കോഫി യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും. അടുത്തത് നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ടൊമാറ്റോ, അതായത് തക്കാളി. തക്കാളി ഒരെണ്ണെടുത്ത് അതിൻ്റെ ഹാഫ് പോർഷൻ നമ്മുടെ പഞ്ചസാരയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് നമ്മുടെ ഫേസിലൊന്ന് നന്നായി റബ്ബ് ചെയ്ത് കൊടുത്താൽ അതും നല്ലൊരു സ്ക്രബാണ്. തക്കാളി പഞ്ചസാര ഇല്ലാതെ വെറുതെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിന് നല്ലതാണ്. നേരത്തെ പറഞ്ഞ കോഫി പൗഡർ പോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു നല്ല ബ്രൈറ്റനിങ് തരുന്ന ഒന്നാണ് തക്കാളി. വേറൊരു സ്ക്രബാണ് ഓട്സ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു 2 ടീസ്പൂൺ ഓട്സ്, 2 ടീസ്പൂൺ കേർഡ്, 1 ടീസ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ അരിപ്പൊടി, ഇത് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിൽ അരിപ്പൊടി എന്ന് പറയുന്നത് സ്കിന്നിനൊരു എക്സ്ഫോളിയേറ്റ് ചെയ്യാനുള്ളതാണ്. കേടിൻ്റെ യൂസ് ശരിക്കും നമുക്കൊരു സൺ ടാൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ കേട് ചില ആൾക്കാർക്ക് ചില സ്കിന്നിന് കേട് പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹണി. ഈ ഒരു മിക്സ്ചറിൽ നമുക്ക് ഹണി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വീക്കിലി ഒരു ടോയ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്ക്രബാണ് ബദാം ഓട്സ് ഹണി സ്ക്രബ്. ബദാം കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മുടെ വീടുകളിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. കുറച്ച് ബദാം എടുത്ത് അത് മിക്സിയിലിട്ട് പൊടിച്ച് അതിൻ്റെ കൂടെ ഓട്സും ഹണിയും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ നല്ലൊരു സ്ക്രബിങ് എഫക്റ്റാണ്. അതും നല്ലൊരു സ്ക്രബാണ്. ഇനി അടുത്തത് എനിക്കൊരു ആയുർവേദ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. അതായത് പാച്ചട്ടി എന്ന് പറയും. പാച്ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പുകളിലൊന്നും അത്ര അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. ഓൺലൈനിൽ ലോദ്ര പൗഡർ എന്ന് പറഞ്ഞിട്ട് കാണും. അത് ആ ഒരു പൗഡർ നമ്മൾ ഹണി ആയിട്ടോ ഹണിയുടെ കൂടെയോ അല്ലെങ്കിൽ കേർഡിൻ്റെ കൂടെയോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ബ്ലാക്ക് മാർക്കുകൾ മാറാനും പിന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് മാറാനുള്ള ഒരു നല്ല സ്ക്രബാണ്.